ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു വ്യക്തിക്ക് ഇത്ര കേസ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നൊന്നും ഇല്ല. എന്റെ സാഹചര്യം മൂലം ഞാൻ പലരുടെയും പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അതിലൊരാൾ ഒരു യൂട്യൂബറാണ്. അതാണ് അവർക്ക് ഇത്രയും പ്രശ്നം വരാൻ കാരണം. പിന്നെ ഞാൻ പലരിടത്തുനിന്നും കേസ് കോംപ്രമൈസ് ചെയ്ത് പൈസ മേടിക്കുന്നു എന്ന് പറഞ്ഞു. ഒരാളെ തെളിവ് സഹിതം കൊണ്ടുവരിക ചെയ്യേണ്ടത്, അല്ലാതെ വെറും വാക്ക് പറയല്ല ചെയ്യേണ്ടത്. പിന്നത്തെ കാര്യം, ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ മാത്രമേ തട്ടമിടുന്നുള്ളൂ എന്ന് പലരുടെയും പരാതി ഞാൻ കേട്ടു. ഈ അമ്പലനട എന്ന് പറയുന്നത് 10,000 കൂടുന്ന ഏരിയ മാത്രമാണ്. പക്ഷേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു സ്ഥലമാണ്. അതിൽ എനിക്കൊരു തട്ടമിടാത്ത ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചിന്തിച്ചൂടെ അതെനിക്കൊരു വിഷയമേ അല്ല എന്നുള്ളത്. ജസ്ലക്ക് ജസ്ലയുടെ ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള അംഗീകാരമുള്ള നാടാണ് നമ്മുടെ ഇന്ത്യ. പക്ഷേ ഒരു ഇസ്ലാം മതം, ഒരു മുസ്ലിം മതം പൂർണ്ണമായും ഉൾക്കൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത് ഒരുപാട് കഷ്ടം തന്നെയാണ്. പക്ഷേ അത് വിശ്വാസികളെ സംബന്ധിച്ച് ഒരു ആനന്ദമാണ്. ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാം മതവിധികളെ അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ജസ്ലയെ ഒരുപാട് പേര് ആക്ഷേപിക്കുന്നുണ്ട്, വിമർശിക്കുന്നുണ്ട് എന്ന് പറയുന്നു. എന്തിൻ്റെ പേരിലാണ് വിമർശിച്ചത്? മതത്തിൻ്റെ പേരിലായിരിക്കുമല്ലോ വിമർശിച്ചത്. അതാണ് പറഞ്ഞത്, ഇസ്ലാം മതത്തിൽ അതിൻ്റെതായ ചിട്ടകൃത്യങ്ങളുണ്ട്. ഭാഷ കൊണ്ടും വേഷം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒരുപാട് മാറ്റമുള്ള ഒരു മതമാണ് മുസ്ലിം മതം. മതത്തിൽ പറയാതെ രീതിയിൽ പ്രവർത്തിക്കുകയും കാട്ടുകയും ചെയ്യുമ്പോൾ അത് തിരുത്തി കൊടുക്കുക എന്നുള്ളത് ഒരു ഇസ്ലാം മത വിശ്വാസിയുടെ കടമയാണ്. ഇപ്പോൾ ജസ്ല തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞു, എൻ്റെ മകനെ മദ്രസയിൽ ഉസ്താദ് കയറ്റുന്നില്ല എന്ന്. അത് എന്താണ് കാരണമെന്ന് ഉസ്താദിനോട് തിരക്കിയപ്പോൾ ഉസ്താദ് സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഉപദേശിച്ചു. അപ്പോഴാണ് ഞാൻ പറയുന്നത്, മദ്രസയിൽ എന്തിനാ പോകുന്നതെന്ന്. മദ്രസയിൽ, പള്ളിയിൽ പോകുന്നത് തന്നെ ഈ സ്വർഗത്തെയും നരകത്തെയും പഠിക്കാനാണ്. അതില്ലാത്തവർക്ക് എന്തിനാണ് മദ്രസയുടെ കാര്യം? അതൊരു പരാതിയായി സോഷ്യൽ മീഡിയയിൽ പറയണ്ടായിരുന്നു. അത് ഇങ്ങനെ പറയുമ്പോൾ ഇസ്ലാം മത വിശ്വാസികൾ എന്തെന്നായാലും അതിനെ വിമർശിക്കും. ഇസ്ലാമിൽ നിന്നുകൊണ്ട് ഇസ്ലാം വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ അത് പറഞ്ഞു തരേണ്ട കടമ പണ്ഡിതന്മാർക്കും അറിവുള്ളവർക്കുമാണ്. ആ പറഞ്ഞു തരേണ്ട കടമയും ഇസ്ലാം മത വിശ്വാസത്തിൽ പെട്ടു. അതാണ് ഞാൻ പറയുന്നത്, ഇസ്ലാം മത വിശ്വാസം എന്ന് പറയുന്നത് ജസ്ലയെ പോലുള്ളവർക്ക് അത്ര എളുപ്പമല്ല. ജസ്ല എങ്ങനെ ജീവിച്ചാലും നമുക്ക് യാതൊരു പരാതിയുമില്ല. മതവിധികളെ തടയുമ്പോഴാണ് നമ്മളെപ്പോലുള്ളവർ വിമർശിക്കുന്നതല്ല, അത് പറഞ്ഞു തരുന്നത്. അങ്ങനെയല്ല, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇങ്ങനെ ഒരു വേദിയിൽ വരുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. ഒക്കെ എന്റെ കണ്ണൻ കാരനാണ് വരാൻ പറ്റിയത്. അതിലൊരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഏട്ടൻ നേരത്തെ പറഞ്ഞത് വേണം, ഇന്ന് വരെ നേരം വരെ എന്നോടൊരു ഹിന്ദു ആളും എന്നെ വിളിച്ചിട്ടോ നേരെ കണ്ടിട്ടോ നീ ഹിന്ദുമതം സ്വീകരിക്കുന്ന എന്നോട് പറഞ്ഞിട്ടില്ല. എന്നും എനിക്ക് ഉപദേശം തരാറ് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നീ നിന്റെ മതത്തിൽ നിന്നിട്ട് വരയ്ക്കണം, അതാണ് അതിന്റെ പൂർണ്ണത എന്ന്. പക്ഷെ ഒരുപാട് മുസ്ലിം സഹോദരന്മാർ എന്നെ വിളിച്ച് ചോദിക്കും, നിനക്ക് ഹിന്ദു ആയിക്കൂടെ, എന്തിനാണ് ഈ മതത്തിനെ പറയിപ്പിക്കാൻ ഇതിൽ നിൽക്കുന്നതെന്ന്. മുസ്ലിം മതത്തിൽ നിന്നുകൊണ്ട് കണ്ണനെ വരക്കുമ്പോഴാണ് പ്രത്യേകതയുള്ളത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ജസ്ലയെ ഹിന്ദു മതത്തിലേക്ക് ക്ഷണിക്കില്ല. ഹിന്ദു മതത്തിൽ തന്നെ കണ്ണനെ വരക്കുന്നതും ഒട്ടനേകം ദൈവങ്ങളെ വരക്കുന്നതും ഒരുപാട് പെൺകുട്ടികളുണ്ട്. പക്ഷേ മുസ്ലിം മതത്തിൽ എനിക്ക് തോന്നുന്നത് അപ്പോൾ അന്യമതത്തിൽ നിന്നും ഒരാൾ കണ്ണനെ വരക്കുമ്പോഴാണ് അതിനൊരു പ്രത്യേകതയുള്ളൂ. അല്ലാതെ ചിത്രം വരക്കുന്നവരില്ലായിട്ടല്ല. ചിത്രം വരക്കുന്നതായി ഭൂമിയിൽ ഈ ജസ്ല മാത്രമല്ല ഉള്ളത്. എൻ്റെ കുട്ടികളും ചിത്രം വരക്കും, നന്നായി വരക്കും. നിന്ന നിപ്പിൽ തന്നെ ഒരാളെ രൂപം വരക്കും. അതുകൊണ്ട് ഹിന്ദു മതത്തിൽ ചിത്രം വരക്കുന്ന ആൾക്കാരില്ലായിട്ടല്ല ജസ്ലയെ ക്ഷണിക്കുന്നത്. ഹിന്ദു മതത്തിൽ തന്നെ ദൈവങ്ങളെ നന്നായി വരക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. എന്നിട്ടെന്തേ അവർക്കൊന്നും കിട്ടാത്തൊരു പ്രത്യേകത ജസ്ലയ്ക്ക് കിട്ടി? ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? പ്രധാനമന്ത്രിയെപ്പോലും കാണാൻ പറ്റിയില്ലേ ജസ്ലയ്ക്ക്? ഇതിലും നന്നായി വരക്കുന്ന എത്രയോ കുട്ടികളുണ്ട്. അവർക്കൊന്നും കിട്ടാത്തൊരു ഭാഗ്യമാണ് ജസ്ലയ്ക്ക് കിട്ടിയത്. അത് തന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകതയല്ലേ? അത് മതിയില്ലേ ജീവിതത്തിൽ സന്തോഷിക്കാൻ? പിന്നെ വേറെ എന്തു വേണം? ഇസ്ലാം മതവിധികളെ ഒരിക്കലും മാറ്റാൻ കഴിയില്ല. അത് മാറ്റാൻ ശ്രമിച്ചാൽ
ആൾക്കാരിങ്ങനെ പ്രതികരിച്ചു കൊണ്ടേയിരിക്കും. ഇസ്ലാം മതത്തിൽ അത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ചെയ്യാതിരുന്നാൽ ഇതിനെക്കുറിച്ച് പഠിച്ചവർക്കാണ് അത് പറഞ്ഞു കൊടുക്കേണ്ട കടമ. അപ്പോൾ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനൊക്കെ ഇങ്ങനെ കേസ് കൊടുക്കാൻ പോയാൽ ഇവിടുത്തെ ജയിൽ മതിയാവോ എന്നെനിക്കറിയില്ല. അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.